ഹായ് ഗായ്സ്, നിങ്ങൾ നല്ലൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് നോക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് കള്ളും കപ്പയും കുറച്ച് മീനിൻ്റെ വെറൈറ്റീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ഷാപ്പാണോ നിങ്ങൾ നോക്കുന്നത്? എങ്കിൽ നേരെ വിട്ടോ കോട്ടയത്തുള്ള പാമ്പാടിക്കടുത്തുള്ള തണ്ണീർപ്പന്തൽ ഫാമിലി റെസ്റ്റോറൻറ്റ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് ചാനാശ്ശേരിയിൽ നിന്ന് നേരെ കറുകച്ചാൽ റൂട്ടിൽ കയറി പാമ്പാടി, അതായത് ചാനാശ്ശേരിയിൽ നിന്ന് മൊത്തത്തിൽ 22 കിലോമീറ്ററിനടുത്ത് ദൂരം. ഈ ഷാപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിയ ഇടിച്ചു കയറ്റം ഇല്ലാത്ത, എന്നാൽ അത്യാവശ്യം തിരക്കുമുള്ള ഒരു ഒതുക്കമുള്ളൊരു ഷാപ്പ്. ഫുഡ് കഴിക്കാൻ ഷാപ്പിൽ തന്നെ പോകണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഷാപ്പ് എന്നുള്ളത് വെറൈറ്റി നോൺ വെജ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടെയാണ്. ഇപ്പം ഷാപ്പിൽ പോകുന്നത് കള്ളു കുടിക്കാൻ മാത്രമല്ല, നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും കൂടെയാണ്. പിന്നെ ഷാപ്പിലെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു മെനു, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സ് സംതൃപ്തമാവും. മീനിൻ്റെ തന്നെ വെറൈറ്റീസ് ഓഫ് ഫിഷ് കറീസും നോൺ വെജിൻ്റെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസും എല്ലാം ഉണ്ട്. അപ്പോൾ ഫുഡ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് തണ്ണീർപ്പന്തൽ? ഈ കാണുന്ന ആംബിയൻസും നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഇവിടെ. അത് നല്ല ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള, അതേപോലെ ക്വാണ്ടിറ്റിയും അത്യാവശ്യം ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മളിവിടെ ചെല്ലുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ശാലം വിപുലീകരിക്കുകയായിരുന്നു. അതിന് ചെറിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഏകദേശം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു 5 to 6 ഹട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഈ തണ്ണീർപ്പന്തൽ ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു ആംബിയൻസിൽ ഇവിടെ ഇരുന്ന് നൈസായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടും ചില്ലടിക്കുക, അതൊരു വെറൈറ്റി ഒരു അനുഭവമാണ്. നമുക്കറിയാം, ആലപ്പുഴ ചാനാശ്ശേരി AC റോഡ് ഭാഗത്ത് ഒരുപാട് നല്ല ഫാമിലി റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടിച്ചു കയറ്റമാണ്. ചില സമയത്ത് നല്ല പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ, അതായത് ഉച്ച സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം. പക്ഷേ അധികം വെയിറ്റ് ചെയ്യേണ്ട വിധത്തില്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇവർ സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ വർത്താണ്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഒരു നല്ലൊരു അനുഭവമായിരിക്കാം ഈ കാണുന്ന കാഴ്ചകളും. അതേപോലെ തന്നെ ഇവർക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹൈഡ് ഔട്ടും, ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീമും, അങ്ങനെയെല്ലാം ഈ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ കണ്ടതും അതേപോലെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. വലിയ ഇടിച്ചുകയറ്റമില്ല എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, 5ൽ ഒരു 4.2 4.5 വരെ റേറ്റിംഗ് നമുക്ക് കൊടുക്കാം. ഇവിടുത്തെ സെർവ് ചെയ്യുന്ന രീതിയൊക്കെ ആണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയാണ്. അപ്പം കള്ളിൻ്റെ തന്നെ പല വെറൈറ്റീസും ഞാൻ ഇവിടെ നോട്ട് ചെയ്തു. മുന്തിരിക്കള്ളും കാന്താരിക്കള്ളും തെങ്ങിൻ കള്ളിൻ്റെ മൂത്തതും എളുപ്പവും എല്ലാം ഉണ്ട് ഇവിടെ.